ആരെങ്കിലും ഹംസമായിട്ട് നമ്മുടെ നെവിനെ ഉപയോഗിക്കുമോ? അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ് അനീഷേട്ടൻ്റെ കാര്യത്തിൽ ഇവിടെ അനുമോൾ. നമ്മുടെ നെവിനെ ഉപയോഗിച്ച് അനീഷേട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക എന്നൊരു ടാസ്ക് അനുമോളും നൂറയും ആദിലും കൂടെ ചെയ്യുകയാണ്. ഇത് അനുമോളുടെ ബുദ്ധിയാട്ടോ. അതിനകത്ത് നൂറയ്ക്കോ ആദിലേക്കോ ഒരു തരത്തിലുള്ള യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അവർ ഇങ്ങനെ പറയുന്നുണ്ട് കൂടെ ഇരുന്ന്, എങ്കിലും അനുമോളുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ്. നെവിനെ വിളിച്ച് പറയാണ്, നീ അനീഷേട്ടൻ്റെ അടുത്ത് ചെന്ന് പറയുക, എനിക്ക് അനീഷേട്ടനെ ബ്രദറിനെ പോലെയാണ്, ഞാൻ വേറെ രീതിയിൽ അനീഷേട്ടനെ കണ്ടിട്ടില്ല, അനീഷേട്ടൻ എൻ്റെ സഹോദരനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ, അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പം തന്നെ ഞാൻ പറയുകയാണ്, പക്ഷേ അനീഷേട്ടൻ്റെ ഗെയിമിനെ ഇതൊരു തരത്തിലും ബാധിക്കരുത് എന്നൊക്കെ നമ്മുടെ നെവിനെ വിട്ട് പറയിപ്പിക്കുകയാണ്. നെവിൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഉടനടി ഓടി ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നെവിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് പറയുക, അനുമോൾ പറഞ്ഞു ചേട്ടൻ അനുമോളുടെ ഫ്രണ്ടാണ്, ബ്രദറാണ്, പിറക്കാതെ പോയ അച്ഛനാണ്, സ്റ്റെപ്പ് ഫാദറാണ്, അമ്മാവനാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസിക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞു, അവളെന്താ അങ്ങനെ പറഞ്ഞത്? അവൾ പോകുന്നെങ്കിൽ പോട്ടെ, ഞാൻ എൻ്റെ നെയ്ബറിനെ കൊണ്ട് ഇവനെ കെട്ടിക്കാനിരിക്കുക, ഞങ്ങൾ അവളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ള രീതി ഷാനവാസിക്ക് ആദ്യം പറയുന്നു. അപ്പം നമ്മുടെ നെവിൻ പറയാണ്, ചേട്ടൻ്റെ ഇപ്പം എന്തോ മാങ്ങാണ്ടിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത്, മാങ്ങാണ്ടിക്കകത്തൊന്നും വരുന്ന കിളിർപ്പ് പോലെ ആയിട്ടുള്ളൂ, അതിന് പൊട്ടി പുറത്തോട്ട് വന്നാലേ ഇത് വലിയ പ്രണയമാകത്തുള്ളൂ, അതിന് മുൻപേ ചേട്ടൻ ഇതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഈ കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും പറയുന്നത് പോലെ തന്നെ സഹോദരനാണ്, ചേട്ടനാണ്, അമ്മാവനാണ്, സ്റ്റെപ്പ് ഫാദർ ആണെന്നൊക്കെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ നെവിൻ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ലെങ്കിൽ നെവിനെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കുമോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നെവിൻ അങ്ങനെ വായി തോന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇവർ പറയാണ്, എന്തായാലും ഞങ്ങൾ അനുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അനുവിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെന്നൊക്കെയാണ് ഈ ഷാനവാസിക പറയുന്നത്. അതേപോലെ നമ്മുടെ അനീഷേട്ടൻ പറയുന്നത്, ചില കാര്യങ്ങൾ നമ്മൾക്ക് കൺട്രോൾ ഇല്ല, ഇത് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നെവിൻ ചോദിക്കുന്നുണ്ട്, അപ്പം അനീഷേട്ടൻ്റെ കൺട്രോൾ ഫുൾ പോയി കിടക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഷാനവാസിക നല്ല രീതിയിൽ, ഇത്രയും പ്രായമായില്ലേ പുള്ളിക്ക്, കുറച്ചൊക്കെ മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്തൂടെ? എന്തായാലും ഷാനവാസിക അനീഷേട്ടനെ നല്ല രീതിയിൽ എരിവ് കയറ്റുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും അനുമോളും അതിലെ നൂറയൊക്കെ പറയുന്നുണ്ട് ഫേക്കാണ്, അട്ടർ ഫേക്കാണ് ഷാനവാസിക അനീഷേട്ടൻ്റെ അടുത്ത് കാണിക്കുന്ന ഗെയിം അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് പോലും ഫേക്കാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെവിൻ തിരിച്ച് വരുന്നുണ്ട്. എന്തായാലും നൂറ ഈ നെവിൻ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളതൊക്കെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ തന്നെ നീ ചോദിക്കട്ടെ, നീ ഒരു ഫ്രണ്ടാണ്, അനുമോൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്, ഇങ്ങനെയാണോ മറ്റുള്ളവരുടെ ഒരു ഇമോഷൻസ് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെയാണോ പോയി സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, നിൻ്റെ സ്വഭാവം എന്തൊരു മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്ക് നൂറെ അതിനെ പറഞ്ഞത് നിൻ്റെ തീരുമാനമാണ്, കാരണം ഈ നെവിൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും നെവിൻ പറയാണ്, ആരെങ്കിലും എന്നെ വിശ്വസിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമോ? നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് ഞാനാണെന്ന്, ഈ ഹൗസിൽ ആരെങ്കിലും എന്നെ വിശ്വസിച്ച് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമോ എന്നൊക്കെ നെവിൻ സ്വന്തമായിട്ട് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് അനുമോൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും ആ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്തിനാണ് നെവിനെ ഏൽപ്പിച്ച് ഈ ഹംസം കളിക്കാൻ പോയതെന്ന് മനസ്സിലാവുന്നില്ല. അനുമോൾക്ക് എന്താ ഇത്ര ധൃതി ഇതിനകത്ത്? എന്തായാലും നെവിൻ പിന്നെ ഷാനവാസിക്കയുടെയും അനീഷേൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഡൗൺ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, അവരെന്നെ പറഞ്ഞു വിട്ടതാണ്, അനുമോൾ പറഞ്ഞു വിട്ടതാണെന്ന്. അപ്പോഴത്തേക്കും ഷാനവാസിക്ക പറയുകയാണ്, ഇവൻ ഡൗൺ ആണ്, ഇവൻ നല്ല രീതിയിൽ ഡൗൺ ആണ്, ഇവൻ നല്ല വിഷമാണ്, അനുവിൻ്റെ അടുത്തുനിന്ന് ഒരു പോസിറ്റീവ് വാർത്ത കേൾക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും ഞങ്ങൾ അനുവിൻ്റെ വീട്ടിൽ പോകും, അനുവിൻ്റെ അമ്മയെ കാണും എന്നൊക്കെയാണ് ഷാനവാസിക്ക പറയുന്നത്. ഇത്രയും പ്രായമായി ഈ കളവിന് കുറച്ചുകൂടെ ഒരു മെച്യൂറായിട്ട് ചിന്തിക്കാത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിടണം. അങ്ങനെയല്ലേ അനീഷേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അതിന് പകരം ഒരുമാതിരി കിടന്ന് അമ്മാവൻ കളിക്കുക ശരിക്കും ഈ ഷാനവാസിക്ക് അവിടെ കിടന്ന്. എന്ത് വണ്ടിയുടെ പുറകിൽ അനുമോൾ എന്നൊക്കെ എഴുതാൻ വരെ കല്യാണ വണ്ടിയുടെ പുറകിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അനുമോളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് ഷാനവാസിക പറയുന്നത്. അപ്പം നെവിൻ പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഞാൻ തലതൊട്ടപ്പനാവാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസിക അനീഷേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്ത് നിനക്ക് ഉണ്ടെങ്കിലും എന്ത് കാര്യം സാധിക്കാനുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പല ബന്ധങ്ങളുണ്ട്, അവർ വെച്ച് നമുക്കിതൊക്കെ സാധിപ്പിച്ചെടുക്കാമെന്ന്. അനുമോളുടെ കല്യാണക്കാരിയായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അനുമോളുടെ വീട്ടിൽ പോകുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, ഷാനവാസ് ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട, എനിക്ക് അറിയാം എൻ്റെ കാര്യം നോക്കാൻ, എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം, അതിനകത്ത് ഷാനവാസ് ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ അനീഷേട്ടൻ പറയുന്നു. നമ്മുടെ നെവിൻ്റെ അടുത്തും ഇത് പിന്നീട് കുറച്ച് നേരം കഴിയുമ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, നെവിൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നെവിൻ ഇത് നേരെ ചെന്നിട്ട് അനുമോളുടെ അടുത്തല്ല നൂറയുടെ ആദിലയുടെ അടുത്തൊക്കെ ചെന്ന് പറയുന്നുണ്ട്, അനീഷേട്ടൻ ഇത് വിടാൻ താല്പര്യമില്ല. നെവിൻ ഇങ്ങനെ ചെന്ന് പറയുന്നത്, അനീഷേട്ടനകത്ത് ഒരു വേർഡും ഒരു വോയിസും പറഞ്ഞിട്ടില്ല, ഷാനവാസിക്കാണ് എല്ലാം പറഞ്ഞത്. പിന്നെ നെവിനാണ് ചില കാര്യങ്ങൾ ആലോചിച്ച് പൂരിപ്പിച്ച് പറയുന്നത്. അനീഷേട്ടൻ്റെ മനസ്സിൽ കാണും, പക്ഷേ അനീഷേട്ടൻ ഒന്നും തന്നെ തീരുമാനിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ നെവിൻ ചെന്ന് പറയുന്നത്, അനീഷേട്ടൻ പറഞ്ഞിരിക്കുകയാണ് അനീഷേട്ടൻ ഇത് വിടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ആദിൽ പറയുന്നുണ്ട്, എന്തൊരു ടോക്സിക്കാണ്, അനുമോൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ, അത് ഓൾറെഡി അങ്ങനെ പറഞ്ഞ കാര്യമല്ല, പുള്ളി പിന്നെ എന്തിനാ ഇതിനകത്ത് ആവശ്യമില്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ടോക്സിക് ആവുന്ന എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ആകപ്പാടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയി കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കാണ് ഈ പ്രശ്നം. ആവശ്യമില്ലാതെയാണ് അനുമോളി നെവിനെ പിടിച്ച് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് നെവിനെ ഹംസമായിട്ട് പറഞ്ഞു വിട്ടത്. എന്തായാലും അവനത് കുളം കലക്കി കൊടുത്തിട്ടുണ്ട്.